നേന്ത്രപ്പഴവും ബൂസ്റ്റും കൊണ്ട് നിങ്ങൾ ആരും ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു വെറൈറ്റി സ്നാക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കിയിട്ട് എടുക്കാം. ഒന്നോ രണ്ടോ എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പൊ ഒരെണ്ണാണ് ഞാനിപ്പോ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. മാക്സിമം പഴുത്ത് തന്നെ നോക്കിയിട്ട് എടുക്കണേ. അപ്പൊ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കാം. ബൂസ്റ്റ് പൊടി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സ്നാക്കിന്. അപ്പൊ ഇതിലേക്ക് ബൂസ്റ്റ് പൊടി ഇട്ടതിന് ശേഷം നമുക്കിനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. പഴം കഷ്ണം കഷ്ണമായിട്ടൊന്നും നിൽക്കാണ്ട് ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതാ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. അപ്പൊ റവ ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മാവ് കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഈ സമയത്ത് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണേ. 1/2 കപ്പ് തേങ്ങയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിന്റെ ഒന്നും അത്ര ടൈറ്റ് ആക്കണ്ട കേട്ടോ. കുറച്ച് ലൂസായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിന്ന് കുറച്ചായിട്ട് മാവെടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഞാനിതാ ഈ ഒരു സൈസിലുള്ള ബോൾ ഷേപ്പിലാണ് ആക്കുന്നത്. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് ഓരോരോ ബോൾസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ബോൾസ് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. എന്നാലേ ഇതിന്റെ ഉൾഭാഗം നല്ലോണം കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പഴത്തിന്റെയും ബൂസ്റ്റ് പൊടിന്റെയും ആ തേങ്ങന്റെ എല്ലാം നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഈ ഒരു സ്നാക്കിന് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇതേപോലെ എല്ലെണ്ണും ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഇതിന്റെ ഉൾഭാഗം നല്ലോണം കുക്കായിട്ട് വരുള്ളൂ. നമ്മളിതാ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചായക്കടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.